അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ചെകുത്താൻ തിരിച്ചു വരികയാണ്. ലൂസിഫർ 2. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. ഇത് വേറെ മറ്റേ ജംഗിൾ പൊളിയാ. നമ്മുടെ സുരാജൻ പറഞ്ഞ പോലെ അത് തന്നെ സാധനം. അതെനിക്കിഷ്ടമില്ല. മണ്ടന്മാരായ മോഹൻലാൽ ഫാൻസ് എമ്പരാൻ ഓടിയാലുണ്ട്, ഓടിയിലുണ്ട്. എനിക്കല്ല എന്ത് ഉണ്ടേ കിട്ടണം. രാവിലെ 6 മണിക്ക് പടം കാണാൻ വേണ്ടി പോകണം. നീ നിന്റെ കുടുംബത്തെ വെച്ച് ഓർക്കണം. എന്താ നിന്റെ പ്രശ്നം? ഏട്ടന്റെ ഈ റോളുകൾ തന്നെയാണ് എന്റെ പ്രശ്നം. ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട. എമ്പരാൻ വിജയിച്ചിട്ടുണ്ടായില്ല. നിനക്ക് എന്ത് ഉണ്ട് കിട്ടാണ്? അല്ല പണി ചെയ്ത് കുടുംബത്തിന് കാശിലേക്ക് കൊടുക്കുക. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എമ്പുരാൻ പൊളിയുമോ? കാരണം ലൈക്കർ പ്രൊഡക്ഷൻ പിന്മാറിയിരിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ സിനിമയുടെ ഭാഗമാവുന്നില്ല. അതിനൊന്നും ഇല്ലേ? അതാണ് എമ്പുരാൻ പൊളിയുമോ എന്ന് ചോദിക്കാം. ലൈക്കർ പ്രൊഡക്ഷൻ പിന്മാറി. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്തുകൊണ്ട് എമ്പുരാന്റെ ഭാഗമാവുന്നില്ല? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എമ്പുരാൻ സാമ്പത്തികമായിട്ട് സക്സസ്ഫുൾ ആയിരിക്കും. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. പ്രീ ബിസിനസ്സും ഫസ്റ്റ് 3 day കളക്ഷനും കൊണ്ട് പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. സാമ്പത്തികമായിട്ട് വിജയമായിരിക്കും, പക്ഷെ ആളുകൾക്ക് പടം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ ഇറങ്ങാൻ പോവാൻ മാർച്ച് 27 എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ചത്. രാവിലെ 6 മണിക്ക് എമ്പുരാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും, സൂപ്പർ പടമായിരിക്കും. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതോടെ അതിനുശേഷം തുടരും ലാലുകം തുടങ്ങാൻ പോവാണ്. നിനക്ക് എത്ര തന്തയുണ്ട്? ലാലേട്ടൻ അറട്ടിക്കുകയാണ്. ചീഞ്ഞോളൂ നാർന്നതിന് പൊക്കോ.